ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതാ ക്യാബേജ് വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ ഞാൻ ഇങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം. എന്നിട്ട് കഴുകി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അരിഞ്ഞെടുത്തതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് സവോളയും പിന്നെ ഒരല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളകാട്ട് എടുത്തിരിക്കുന്നത്. എരിവ് കുറച്ച് മതിയേ ഇവിടെ, അതുകൊണ്ടാണ് 2 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് തോരൻ വെക്കാൻ വേണ്ടി. തോരനല്ല, നമ്മുടെ ക്യാബേജ് സാമ്പാർ. അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതാ കടുകിട്ട് കൊടുക്കുകയാണ്. കടുകിട്ട് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഉണ്ടല്ലോ, ഇതിന് സാമ്പാറെന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ കർണാടകത്തിലൊക്കെ എല്ലാവരും എല്ലാ കറികൾക്കും സാമ്പാർ എന്നാട്ടോ പറയുന്നത്. അതുകൊണ്ടാട്ടോ ഞാനും ഇതിന് സാമ്പാറെന്ന് പറഞ്ഞത്, ക്യാബേജ് സാമ്പാറിന്. പിന്നെ ജീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് പതുക്കെ ഒന്ന് ഇളക്കും കേട്ടോ. ഇളക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജിനെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ക്യാബേജും സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലായിരുന്നോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ആ പച്ചമുളക് മാത്രം മതി കേട്ടോ എരിവിന്. പിന്നെ നമ്മളിതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് സാമ്പാർ പൊടി കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ക്യാബേജൊക്കെ ഒന്ന് തോരൻ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് കേട്ടോ. എപ്പോഴും നമ്മൾ തോരനൊക്കെ അല്ലേ ക്യാബേജ് കഴിക്കുന്നത്, തോരൻ വെച്ചല്ലേ ക്യാബേജ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഒരു സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ക്യാബേജ് തോരൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്കൊരു പുതിയൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ തേങ്ങയൊന്നും ചേർക്കുന്നില്ലേ. അപ്പം തേങ്ങയൊക്കെ ചേർക്കാതെയുള്ളൊരു നല്ലൊരു എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു തോരൻ അല്ലെങ്കിൽ സാമ്പാർ കറിയുടെ റെസിപ്പിയാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാം ഉപ്പും എല്ലാം ഇട്ടിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് പെട്ടെന്ന് വേകും കേട്ടോ. ക്യാബേജൊക്കെ വേഗം പെട്ടെന്ന് അധികം സമയം വേണ്ടില്ല. പിന്നെ നമ്മൾ ക്യാബേജിനകത്തൊന്നും വെള്ളമൊന്നും ഒഴിക്കാറില്ലല്ലോ. നമ്മുടെ ആവിയിലെ വെള്ളത്തിൽ തന്നെയല്ലേ ക്യാബേജൊക്കെ വേകുന്നത്, ആവി വെള്ളം കൊണ്ടല്ലേ ക്യാബേജ് വേകുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടേ. ഇനി അടപ്പൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കുവാണ്. അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഇളക്കുവാണ്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ ആവി വെള്ളത്തിൽ തന്നെ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ ക്യാബേജ് ആയിക്കോളും. പിന്നെ നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് പതുക്കെ ഒന്ന് അടച്ചു വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ക്യാബേജൊക്കെ നന്നായിട്ട് വെന്ത് ആവി വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി നല്ല റെഡിയായി നല്ല ടേസ്റ്റുള്ള നല്ല ക്യാബേജ് സാമ്പാർ റെഡിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരുടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.